ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 മാത്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആണ്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ ഇക്വേഷൻസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? എന്തായിരുന്നു ലീനിയർ ഇക്വേഷൻസ്? എക്സാമ്പിൾ നോക്കുമ്പോ 4x + 3 = 2 എന്നത് ഒരു ലീനിയർ ഇക്വേഷൻ എന്താണ്? എക്സാമ്പിൾ ആണ്. കാരണം എക്സിന്റെ ഡിഗ്രി 1 ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇക്വേഷനിൽ ഏതാണോ വേരിയബിൾ, ആ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ലീനിയർ ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് കാണണമെങ്കിൽ 4x = എന്ത് ചെയ്യണം? ഈ +3നെ ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. +3 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് എന്നുള്ളത് എന്തായി മാറും? -3 ആകും. 4x = -1 എന്ന് കിട്ടും. എക്സ് കാണണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? 4നെയും കൂടെ ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. അതായത് ഇൻഡു ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈക്വലിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്താകും? ഡിവിഷൻ ആവും. അപ്പൊ x = -1/4 എന്ന ആൻസർ കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷന്റെ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ ചാപ്റ്റർ പഠിക്കുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആണ്. അതായത് ലീനിയർ ഇക്വേഷൻ തന്നെയായിരിക്കും, ഇക്വേഷൻ ആകുമ്പോൾ അവിടെ = ആയിരിക്കും. ഇൻഇക്വാലിറ്റീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ =ന് പകരം ആ പ്ലേസിൽ എന്ത് വരും? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ 4 ഇൻഇക്വാലിറ്റീസ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന 4 ഇൻഇക്വാലിറ്റീസ് ആയിരിക്കും അതിന് പകരം വരാം. അതായത് ഒരു ഇക്വേഷൻ എന്നുള്ള പ്ലേസിൽ എന്തായിരിക്കും? ഇൻഇക്വാലിറ്റീസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാകുക. എന്നിട്ട് നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിൽ നമ്മൾ ആകെ ഒരു റൂള് മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ? ഈ ചാപ്റ്ററിൽ നമ്മൾ ആകെ ഒരു റൂള് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതായത് ഒരു ലീനിയർ ഇക്വേഷനിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്താൽ ഇത് തന്നെ എടുക്കാം. 4x + 3 <2> ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്, ലീനിയർ ഇൻഇക്വാലിറ്റി ആണ്. എന്താണ്? 4x + 3 <2. ഇവിടെ ലെസ് ദാൻ എന്ന് പറയുന്ന ഒരു ഇൻഇക്വാലിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നത് ഒരു ലീനിയർ ഇൻഇക്വാലിറ്റി ആണ്. ഇനി ഇത് എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സിന്റെ വാല്യൂ കാണണം. അതായത് എന്ത് ചെയ്യാം? നമ്മൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡ് പോലെ തന്നെ എന്ത് ചെയ്യാ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 4x <, ഇവിടെ 2 ഉണ്ട്. അതായത് +3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് ചെയ്യും? +3 എന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആകും ഇൻഇക്വാലിറ്റിയുടെ. ഇവിടെ ഇക്വേഷന്റെ ഇപ്പുറത്തോട്ട് പോയപ്പോൾ അത് +3 എന്നുള്ളത് നെഗറ്റീവ് ആയതുപോലെ തന്നെ എന്താണ്? ഇൻഇക്വാലിറ്റിയുടെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഈ +3 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ അതെന്താകും? -3 എന്നാകും. ഇനി 4x <, 2 - 3 എന്ന് പറയുന്നത് -1 എന്ന് കിട്ടും. ഇനി എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ × 4 എന്നുള്ളത് ഇൻഇക്വാലിറ്റിയുടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ അത് എക്സ് എന്ന് പറയുന്നത് x <1/4 എന്നാകും. ഇൻഡു എന്നത് എന്ത് ചെയ്തു? ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഡിവിഷൻ ആയി. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് <1/4. ഈ നെഗറ്റീവ് ഓൾറെഡി ഈ സൈഡിൽ ഉള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ലീനിയർ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഒരു ഡിവിഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ വരുന്നതെങ്കിൽ ഇൻഇക്വാലിറ്റിയുടെ സിമ്പൽ എന്ത് ചെയ്യും? ഇവിടെ ചേഞ്ച് ചെയ്യും. ഇവിടെ നമ്മൾ പക്ഷെ നെഗറ്റീവ് നമ്പർ കൊണ്ടല്ല, ഇവിടെ +4 തന്നെയായിരുന്നു. +4 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് വന്നപ്പോ ഡിവിഷൻ ആയതാണ്. ഇനി അഥവാ x <1/-4, അതായത് -4 എന്നുള്ളതിന് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഡിവിഷൻ -4 ആയിരുന്നെങ്കിൽ എന്താണ്?
ഇവിടെ ഒരു ഇൻഇക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അതായത് ഒരു ഇൻഇക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി എന്താണോ അതിന്റെ റിവേഴ്സ് ആകും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1/-4 എന്നാകും. ഈ ഒരു റൂള് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കാനുള്ളതുള്ളൂ. അതായത് എന്താണ് പറഞ്ഞത്, ഒരു ഇൻഇക്വാളിറ്റിയിൽ, ഒരു ലീനിയർ ഇൻഇക്വാളിറ്റിയിൽ ആ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആകും. ഈ ഒരു കാര്യം മാത്രം ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലത്തെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് 4x + 3 < 2x + 7 എന്നുള്ളതാണ്. ഫസ്റ്റത്തത് നോക്കിയേ, 4x + 3 < 2x + 7. ഇവിടെ ഈ ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും എക്സിന്റെ ടേംസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, എക്സ് ആണ് സോൾവ് ചെയ്യേണ്ടത്, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലുള്ള എക്സുകളെയൊക്കെ ഒരു സൈഡിലോട്ടാക്കുക, നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ഇൻഇക്വാളിറ്റിയുടെ മറ്റൊരു സൈഡിലോട്ടും കൊണ്ടുവരാം. 4x ഓൾറെഡി ഈ സൈഡിലുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, ഈ 6x എന്നുള്ളതിനെ ഇപ്പുറത്തെ ഇൻഇക്വാളിറ്റിയുടെ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് പോസിറ്റീവ് 6x ആണ്. അതിങ്ങോട്ട് വരുമ്പോൾ അതെന്താകും, നെഗറ്റീവ് 6x എന്നാകും. ലെസ് ദാൻ ഇവിടെ +7 ഉള്ളതാണ്. +7ന്റെ സൈഡിലോട്ട് ഏത് ഇൻഇക്വാളിറ്റി ഏത് സൈഡിലോട്ട് കൊണ്ടുവന്നു, +3 എന്നുള്ളതിനെ ഇപ്പുറത്തെ സൈഡിലോട്ടും കൊണ്ടുവന്നു. അപ്പൊ +3 ആണ്. ഈ സൈഡിലോട്ട് വരുമ്പോൾ അതെന്താകും, -3 ആയി മാറും. അപ്പൊ എന്ത് കിട്ടി, ഇൻഇക്വാളിറ്റിയുടെ ഒരു സൈഡിൽ എക്സിന്റെ ടേംസും ഒരു സൈഡിൽ എന്തായി നമ്പേഴ്സും വന്നു. ഇനി 4x - 6x എന്ന് പറയുന്നത് -2x ആണ്. -2x ലെസ് ദാൻ 7 - 3 എന്ന് പറയുന്നത് 4 ആണ്. -2x ലെസ് ദാൻ 4 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ -2 എന്നുള്ളതിനെ ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ എന്താണ് 2x എന്ന് വെച്ചാൽ എന്താ, 2 × x ആണ്. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, 2 × x ആണ്. അപ്പൊ -2 എന്നുള്ളതിന് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ -2 എന്നുള്ളതാവും. അപ്പൊ എക്സ് ലെസ് ദാൻ 4 ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിങ്ങോട്ട് വന്നപ്പോൾ ഡിവൈഡഡ് ബൈ -2 എന്ന് കിട്ടി. അതായത് എക്സ് ലെസ് ദാൻ ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ -2 എന്ന് കിട്ടി. നമ്മളിപ്പോ തന്നെ പറഞ്ഞ റൂളാണ് ഇവിടെ വന്നേക്കുന്നത്. എന്താണ്, എക്സ് ഒരു ഇൻഇക്വാളിറ്റിയിൽ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഒരു ഇൻഇക്വാളിറ്റിനെ ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്പിൾ ചെയ്യുകയോ ചെയ്താൽ ഇൻഇക്വാളിറ്റിയുടെ സിമ്പൽ എന്താകും, റിവേഴ്സ് ആകും. അതായത് ഇവിടെ ഈ ഇൻഇക്വാളിറ്റിനെ -2 കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ആയിരുന്നു. ലെസ് ദാൻ എന്നുള്ളതിന്റെ റിവേഴ്സ് ആവും. ലെസ് ദാന്റെ റിവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 4/-2 എന്ന് വരും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 4/2. 4/-2 എന്ന് പറയുന്നത് -2 എന്ന് ആൻസർ കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ എപ്പോഴും -2വിനേക്കാളും വലുതായിരിക്കും. -2 ഇതിൽ ഇൻക്ലൂഡ് ചെയ്യോ, ഇല്ല. കാരണം എന്താണ്, ഗ്രേറ്റർ ദാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ -2 ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്ത് വന്നേനെ, ഇവിടെ താഴെ ഒരു ഈക്വൽ ടു എന്നും കൂടെ വന്നല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുമായിരുന്നു. അപ്പൊ ഇതെന്താ പറഞ്ഞത്, 4x + 3 < 6x + 7 എന്നുള്ളതായിരുന്നു സോൾവ് ചെയ്യാനുണ്ടായിരുന്ന ലീനിയർ ഇൻഇക്വാളിറ്റി. അതായത് ഒരു ലീനിയർ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യണമെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എക്സുകൾ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലുണ്ട്. അപ്പൊ നമ്മൾ എക്സിന്റെ ടേംസിനൊക്കെ ഒരു സൈഡിലോട്ടും നമ്പേഴ്സിനൊക്കെ മറ്റൊരു സൈഡിലോട്ടും കൊണ്ടുവരണം. 4xന്റെ സൈഡിലോട്ട് ഞാൻ എന്ത് ചെയ്തു, 6x എന്ന് പറയുന്ന വാല്യൂ കൊണ്ടുവന്നു. അത് പോസിറ്റീവ് 6x ആയിരുന്നു. അത് ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അതെന്തായി, 4x - 6x എന്നും +3 എന്നുള്ളതിന് ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ 7 - 3 എന്നുമായി. 4x - 6x എന്ന് പറയുന്നതിന്റെ ആൻസർ -2x ലെസ് ദാൻ 7 - 3 4. -2x ലെസ് ദാൻ 4 എന്നാണ്. ഇനി എക്സ് കാണണമെങ്കിൽ -2 എന്നുള്ളതിനെ ഇപ്പുറത്തോട്ട് ഇൻഇക്വാളിറ്റിയുടെ അടുത്ത സൈഡിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും, ഡിവിഷൻ ആയി മാറും. അപ്പൊ എക്സ് ലെസ് ദാൻ 4/2
-2 എന്ന് വരും. അതായത് ഒരു ഇൻഇക്വാളിറ്റിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്താലോ ഇൻഇക്വാളിറ്റിയുടെ സിമ്പൽ എന്താകും? ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആകും. അതായത് ഇവിടെ ലെസ് ദാൻ എന്നുള്ളതായിരുന്നു, ഇവിടെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ട് ആ ലെസ് ദാൻ എന്നുള്ളത് എന്തായി? റിവേഴ്സ് ആയി. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 4/-2 എന്ന് കിട്ടും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Solve 7x plus 3 less than 5x plus 9. Show the graph of the solution on number line. അതായത് ഈ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യണം? സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ എന്ത് ചെയ്യണം? ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണം. ആദ്യം നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഈ ലീനിയർ ഇക്വേഷൻ ലീനിയർ ഇൻഇക്വാളിറ്റി നമുക്ക് സോൾവ് ചെയ്യാം. 7x plus 3 less than 5x plus 9. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ അല്ലെ? 7x എക്സിന്റെ ടേംസ് ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എക്സിന്റെ ടേംസിനേക്കാൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. 7x ഈ സൈഡിൽ കിടക്കുന്ന 5x ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇത് പോസിറ്റീവ് 5x ആണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ അതെന്തായി മാറും? -5x ആകും. ലെസ് ദാൻ 9 ഈ +3 എന്നുള്ളതിന് നമ്പർ ആണ്. അതിനെന്ത് ചെയ്യാ? ഇപ്പുറത്തെ ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരാം. അത് +3 ആയിരുന്നു, അത് ഇങ്ങോട്ട് വന്നപ്പോ അത് -3 ആയി. 7x - 5x എന്ന് പറയുന്നത് 2x ലെസ് ദാൻ 9 - 3 6. എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ ഈ 2വിനെ എന്ത് ചെയ്യണം? ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരണം. അതായത് എക്സിനെ മാത്രം അവിടെ നിർത്താം, നമ്പറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇത് 2x എന്ന് വെച്ചാൽ 2 into x ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും. എക്സ് ലെസ് ദാൻ 6/2. ഇവിടെ ഡിവിഷൻ എന്താണ്? ഇവിടെ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യില്ല. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ പോസിറ്റീവ് നമ്പർ ആണ്. 2 എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഇൻഇക്വാളിറ്റിയിൽ റിവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഒരു ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവുന്നത് എപ്പോ മാത്രമാണ്? ഒരു ഇൻഇക്വാളിറ്റിയിലത്തെ ഇൻഇക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ മൾട്ടിപ്പിൾ ചെയ്താലോ മാത്രമാണ് ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവുക. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് നമ്പർ വെച്ചാണ്. അപ്പൊ എന്താണ്? എക്സ് ലെസ് ദാൻ 6/2 എന്നുള്ളത് എന്താണ്? 3 എന്ന ആൻസർ കിട്ടും. എക്സിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 3, അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3നേക്കാളും ചെറുതായിരിക്കും. 3 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്? അല്ല. 3 എന്തുകൊണ്ടാണ് ഇൻക്ലൂഡഡ് ആവാത്തത്? ഇൻക്ലൂഡഡ് ആയിരുന്നെങ്കിൽ ഇതിന്റെ താഴെ എന്ത് ലെസ് ദാനിന്റെ ഒപ്പം ഒരു ഈക്വൽ ടു സിമ്പലും കൂടെ വന്നേനെ. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നെങ്കിൽ 3 അതിൽ ഇൻക്ലൂഡഡ് ആകും. ഇവിടെ ലെസ് ദാൻ മാത്രം ആയതുകൊണ്ട് 3 അതിൽ ഇൻക്ലൂഡഡ് അല്ല. 3 എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ അല്ല. 3നേക്കാളും ചെറിയ എല്ലാ നമ്പേഴ്സും എന്താണ്? എക്സിന് എടുക്കാവുന്ന വാല്യൂ ആണെന്നാണ് ഈ സൊല്യൂഷൻ കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്ന എക്സ് ലെസ് ദാൻ 3 എന്ന കാര്യം നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. നമ്പർ ലൈൻ വരക്കാം. 0 1 2 3 4 5. ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 -4 -5. ഇനി എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഈ കണ്ടീഷൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി എന്താണ്? എക്സ് ലെസ് ദാൻ 3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അതായത് എക്സിന്റെ വാല്യൂ 3നേക്കാൾ ചെറിയ നമ്പർ ആണ്. എക്സിന്റെ വാല്യൂ 3 എടുക്കാൻ പറ്റൂല. 3 ഇൻക്ലൂഡഡ് അല്ല. 3നേക്കാളും താഴെ വരുന്ന എല്ലാ വാല്യൂസും എന്തിനാണ്? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. എക്സ് എന്ന് പറയുന്നത് 3നേക്കാൾ ചെറുതാണ്. അതായത് എങ്ങോട്ടായിരിക്കും വരാ? 3നേക്കാൾ താഴെ വരുന്ന നമ്പേഴ്സ്, അതായത് 3 മുതൽ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യും? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. 3 അതിൽ ഇൻക്ലൂഡഡ് അല്ല. 3 എന്ന് പറയുന്നത് എക്സിന് എടുക്കാവുന്ന വാല്യൂ അല്ല എന്ന് കാണിക്കാൻ 3യുടെ എന്ത് കൊടുക്കണം? ഒരു ഹോള് കൊടുക്കുക. 3യിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വാല്യൂസ് ആണ് 3നേക്കാൾ ചെറിയ നമ്പേഴ്സ്. അപ്പൊ ഈ വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? എക്സിന് എടുക്കാവുന്ന വാല്യൂസ് എന്ന് കിട്ടുന്നത്. നമ്പർ ലൈനിൽ ഇത്രയും പോർഷൻസ് ഇങ്ങോട്ട് വരുന്ന -∞ വരെയും വരുന്ന വാല്യൂസ് ആണ് എന്ത്? എക്സ് ലെസ് ദാൻ 3 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്.
അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇനിക്വാളിറ്റിനെ നമ്പർ ലൈനിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. 3 ഇവിടെ ഹോൾ വരച്ചത് എന്തുകൊണ്ടാണ്? എക്സിന് 3 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? അവിടെ ഹോള് വരച്ചിട്ട് ബാക്കി ഡാർക്കൺ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഇൻഇക്വാളിറ്റീസ് 3 into x minus 2 whole divided by 5 less than or equal to 5 into 2 minus x whole divided by 3. ഇവിടെ ഫ്രാക്ഷൻസ് ആണ് തന്നേക്കുന്നത് അല്ലെ. 3 into x minus 2 whole divided by 5 less than or equal to 5 into 2 minus x whole divided by 3. ഇതിൽ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ നമുക്ക് കാണണം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്? ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് ബ്രാക്കറ്റിലാണ്, അതിന് പുറത്ത് എന്തുണ്ട്? ഇൻറ്റു 3 ഉണ്ട്. അതായത് ഈ 3നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ഓരോ നമ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത സൈഡിലും ന്യൂമറേറ്ററിൽ അതേപോലെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 3 into x 3x minus 3 into 2 6 whole divided by 5 less than or equal to 5 ന് ഇതേപോലെ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 2 10 minus 5 into x 5x whole divided by 3. ഇവിടെ നോക്കാം, രണ്ട് ഫ്രാക്ഷൻസ് ആണ്. രണ്ട് ഫ്രാക്ഷൻസ് 3x minus 6 by 5 less than or equal to 10 minus 5x by 3 എന്നാണ്. രണ്ട് നമുക്കറിയുന്ന കാര്യമാണ് രണ്ട് ഫ്രാക്ഷൻസ്. ഇപ്പൊ a by b ഈക്വൽ ടു c by d എന്നാണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് a into d എന്ന് പറയുന്നതും b into c എന്ന് പറയുന്നതും എന്തുതന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യുക. ഇവിടെ ഈക്വൽ ടു എന്നതിന് പകരം നമുക്ക് ഇവിടെ എന്താണ്? ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. എങ്കിലും ഇതേ മെത്തേഡ് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അപ്പോ ഈ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 മൈനസ് 5x എന്നുള്ളതിനെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 3x minus 6 less than or equal to 5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 10 minus 5x എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ 3നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 3x 9x minus 6 into 3 18 less than or equal to 5 into 10 50 minus 5 into 5x 25x എന്നും കിട്ടും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ആയിട്ടുണ്ട്. എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡിലും ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും എക്സിന്റെ ടേംസ് ഉണ്ട്. അപ്പൊ എക്സിന്റെ ടേംസിനൊക്കെ ഒരു സൈഡിലും ഇൻഇക്വാളിറ്റിയുടെ ഒരു സൈഡിലോട്ടും നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലോട്ടും കൊണ്ടുവന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ. 9xന്റെ അടുത്തോട്ട് ഞാൻ ഈ നെഗറ്റീവ് 25xന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അതായത് 9x ഈ നെഗറ്റീവ് 25xനെ ഈ ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അത് നെഗറ്റീവ് 25 എന്നുള്ളത് എന്തായി മാറും? പോസിറ്റീവ് 25x എന്നാകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ഇവിടെ ഓൾറെഡി ഉള്ള നമ്പർ ആണ്. അതിന്റെ സൈഡിലോട്ട് എന്തിനെ കൊണ്ടുവരുന്നു? നെഗറ്റീവ് 18നെ കൊണ്ടുവരുന്നു. അത് ഇവിടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അതെന്താകും? നെഗറ്റീവ് 18 എന്നുള്ളത് പോസിറ്റീവ് 18 എന്നാകും. 9x plus 25 34x എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 plus 18 68 എന്നും കിട്ടും. ഇനി ഇതിൽ എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സിന്റെ അടുത്ത് കിടക്കുന്ന 34നെ ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 34x എന്ന് പറയുന്നത് 34 into x ആണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്താകും? നെഗറ്റീവ് ആകും. സോറി, ഡിവിഷൻ ആകും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് ഇൻറ്റു 34 ആണ്. ഇൻറ്റു 34 എന്ന് പറയുന്നത് ഇൻഇക്വാളിറ്റിയുടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും. അതായത് 68 ഡിവൈഡഡ് ബൈ 34 എന്ന് കിട്ടും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് 2ഉം 2വിനേക്കാൾ ചെറുതായിട്ടുള്ള നമ്പേഴ്സുമാണ് എന്ത്? എക്സിന്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്. ഇവിടെ 2 ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നിട്ടുള്ളത് കൊണ്ട്
2 എന്ന് പറയുന്ന വാല്യൂ എന്തിനെ എടുക്കാൻ പറ്റും? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ്. 2 മുതൽ ചെറിയ നമ്പേഴ്സ്, 2വിനേക്കാളും ചെറിയ നമ്പേഴ്സ് ആണ് എക്സിന്റെ വാല്യൂസ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Represent the inequality x greater than -3 on number line. Simple question ആണ് അല്ലെ. x greater than -3 എന്ന് പറയുന്ന ഇൻഇക്വാളിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ എന്താ പറഞ്ഞേക്കണത്? എക്സ് ഗ്രേറ്റർ ദാൻ -3, അതായത് എക്സിന്റെ വാല്യൂ -3നേക്കാളും വലുതാണ്. -3 ഇവിടെ ഇൻക്ലൂഡഡ് ആണോ? അല്ല. ഇൻക്ലൂഡഡ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ഇവിടെ ഒരു ഈക്വൽ ടു എന്നതും കൂടെ വന്നേനെ. ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് അതെന്തല്ല, എക്സിന്റെ വാല്യൂ -3 ഇൻക്ലൂഡഡ് അല്ല. -3നേക്കാളും വലിയ നമ്പേഴ്സ് ആണ് എന്ത് വരുന്നത്? എക്സിന് എടുക്കാൻ പറ്റുന്നത്. അത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്പർ ലൈൻ വരക്കണം. 0 1 2 ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 -4 -5 -6. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? എക്സിന്റെ വാല്യൂ -3നേക്കാളും വലിയ നമ്പേഴ്സ് ആണ്. -3നേക്കാളും വലുതാണ്. വലുതെന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും? റൈറ്റ് സൈഡിലോട്ടായിരിക്കും പോണത് അല്ലെ. -3നേക്കാളും വലിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകുന്ന നമ്പേഴ്സുകളാണ്. ഇനി -3 അതിൽ ഇൻക്ലൂഡഡ് ആണോ? അല്ല. ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ -3യുടെ എന്ത് വരക്കണം? ഹോള് വരക്കണം. ഒരു നമ്പർ അതിൽ എക്സിനെ എടുക്കാൻ പറ്റുന്ന നമ്പർ അല്ല എന്ന് കാണിക്കാൻ, എക്സിന് ആ നമ്പർ ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണിക്കാൻ നമ്പർ ലൈനിൽ ആ നമ്പറിന്റെ നേരെ എന്ത് ചെയ്യണം? ഹോൾ വരക്കുക. ബാക്കി എന്താണ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ഭാഗമാണ്? -3നേക്കാളും വലുതായിരിക്കണം എക്സ്. -3നേക്കാളും വലിയ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ നമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ്. അതായത് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയും. എക്സിന്റെ വാല്യൂ -3 ടു +∞ എന്നതായിരിക്കും. ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യണം? ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്പർ ലൈനിൽ തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി റെപ്രസെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിന്റെ എന്തായിരിക്കും? ഒരു ഇന്റർവെൽ ഫോം നോക്കാം അല്ലെ. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉള്ളൂ? ഓപ്പൺ ഇന്റർവെൽ ഉണ്ട്, ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, ഓപ്പൺ ക്ലോസ്ഡ് ഉണ്ട്, ക്ലോസ്ഡ് ഓപ്പൺ ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് ഇന്റർവെൽസ് ഉണ്ട്. നമുക്ക് എഴുതേണ്ടത് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ -3 എന്ന് പറയുന്ന ഇൻഇക്വാളിറ്റി ഇന്റർവെല്ലില് എഴുതാം. ഇന്റർവെൽസ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ -3നേക്കാളും വലുതായിരിക്കണം. -3 എന്ത് ചെയ്യാൻ പാടില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. -3 അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ അവിടെ ഏത് ഇന്റർവെല് കൊടുക്കണം? ഓപ്പൺ ഇന്റർവെല് കൊടുക്കണം. തന്നിരിക്കുന്ന പോയിന്റ് ആ വാല്യൂന് എക്സിന് എടുക്കാൻ പറ്റുന്നതല്ലെങ്കിൽ ആ നമ്പറിന് നമ്മൾ അവിടെ ഏത് ഇന്റർവെല്ലായിരിക്കും യൂസ് ചെയ്യുക? ഓപ്പൺ ഇന്റർവെല്ലും. ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ മീനിങ് എന്താണ്? ആ വാല്യൂ അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാനാണ്. അപ്പൊ എന്തായിരിക്കും? -3 മുതൽ വലിയ നമ്പേഴ്സ്, -3നേക്കാളും വലിയ നമ്പേഴ്സ്. അപ്പൊ എവിടം വരെ പോകും? പോസിറ്റീവ് ഇൻഫിനിറ്റി. -3 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയാണ് എക്സിന്റെ വാല്യൂ. ഇനി എവിടെയാണ് ഓപ്പൺ കൊടുക്കേണ്ടത്, ക്ലോസ്ഡ് കൊടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. -3 ഇൻക്ലൂഡഡ് അല്ല. -3 എന്ന് പറയുന്നത് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ അല്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഓപ്പൺ ഇന്റർവെൽ ആണ്. ഓപ്പൺ ഇന്റർവെല്ലിന്റെ അർത്ഥം എന്താണ്? ആ വാല്യൂ അതിൽ ഇൻക്ലൂഡഡ് അല്ല. എക്സിന് ആ വാല്യൂ എടുക്കാൻ പറ്റില്ല. ഇനി ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കുള്ളൂ? ഓപ്പൺ ഇന്റർവെൽസ് തന്നെയായിരിക്കും വരാം. അതാണ് ഇതിന് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റിയുടെ ഇന്റർവെൽ ഫോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the solution of inequality? 4x plus 3 less than 5x plus 7. അതായത് ഇവിടെ ഒരു ഇൻഇക്വാളിറ്റി തന്നിട്ടുണ്ട്. ആ ഇൻഇക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഇവിടെ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇന്റർവെൽ ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്ന ലീനിയർ ഇൻഇക്വാളിറ്റിയുടെ ഇന്റർവെൽ ഫോംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ള ഇന്റർവെൽസ് ഏതാണെന്നാണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. അതിനാദ്യം എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ എവിടെയാണ് വരണേന്നുള്ളത് നോക്കണം. അതിന് ആ ഇൻഇക്വാളിറ്റി തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി 4x plus 3 less than 5x plus 7 എന്നത് എന്ത് ചെയ്യണം? തന്നിരിക്കുന്നത് 4x plus 3 less than 5x plus 7 എന്ന് പറയുന്നതാണ്. ആ ഇൻഇക്വാളിറ്റിനെ സോൾവ് ചെയ്യുക. എക്സിന്റെ വാല്യൂ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിൽ ഏതാണ് ഇന്റർവെൽ എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയ 2 ഇക്വേഷനിലും 2 സൈഡിലും എന്തുണ്ട്? എക്സിന്റെ ടേംസ് ഉണ്ട്. എക്സിന്റെ ടേംസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം.
4x പ്ലസ് 5x ആണ്. അത് ഇൻഇക്വാളിറ്റിയുടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് 5x ആകും. പോസിറ്റീവ് എന്നുള്ളത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആകും. ലെസ് ദാൻ 7, ഇത് പ്ലസ് 3 ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ അതെന്തായി മൈനസ് 3 ആയി. 4x ന്ന് 5x എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും, നെഗറ്റീവ് 1x. 1x എന്ന് എഴുതിയില്ലെങ്കിലും നെഗറ്റീവ് x എന്നായാലും എഴുതിയാൽ മതി. ലെസ് ദാൻ 7 മൈനസ് 3 എന്ന് പറയുന്നത് 4. ഇനി x കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ -1 എന്നുള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. -1 ഇൻറ്റു എക്സ് ആണ് എന്ത്, -1x എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇൻഇക്വാലിറ്റി അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താകും, ഡിവിഷൻ ആകും. അപ്പൊ x ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 മൾട്ടിപ്ലിക്കേഷൻ -1 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ -1 എന്നുള്ളതായി. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താണ്, എക്സ് ലെസ് ദാൻ 4/-1. അതായത് ഒരു ഇൻഇക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ പഠിച്ച റൂളാണ് എന്ത്, ഒരു ഇൻഇക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചെയ്താലോ എന്തായിരിക്കും, ഇൻഇക്വാളിറ്റി എന്താണോ അത് റിവേഴ്സ് ആകും. അപ്പൊ ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ആകും. എക്സ് ഗ്രേറ്റർ ദാൻ 4/-1 എന്നാകും. എന്തുകൊണ്ടാണ് അത് ഇവിടെ റിവേഴ്സ് ആവാൻ കാരണം, ഇവിടെ ലെസ് ദാൻ എന്നുള്ളതായിരുന്നു, അത് റിവേഴ്സ് ആയി ഗ്രേറ്റർ ദാൻ ആവാനുള്ള കാരണം എന്തായിരുന്നു, ഒരു ഇൻഇക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചെയ്താലോ എന്തായിരിക്കും, ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആകും. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 4/-1 എന്ന് കിട്ടും. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ -4 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, -4നേക്കാൾ വലുതായിരിക്കണം. എക്സിന്റെ വാല്യൂ -4നേക്കാൾ വലുത്. -4നേക്കാൾ വലിയ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ -4 അതിൽ ഇൻക്ലൂഡഡ് ആണോ, അല്ല. എന്തുകൊണ്ടായിരിക്കും, ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഈക്വൽ ടു കൂടി ഉണ്ടെങ്കിൽ -4 എക്സിന് എടുക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ -4 എന്ന് പറയുന്നത് എക്സിന് ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ -4ന്റെ അവിടെ എന്ത് വരണം, ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണിക്കാൻ ഓപ്പൺ ഇന്റർവെല് കൊടുക്കണം. ഇനി -4നേക്കാൾ വലുതാണ്, വലുത് എന്ന് പറയുമ്പോൾ വലിയതായിട്ട് -4നേക്കാൾ വലിയ നമ്പേഴ്സ് ഏതൊക്കെ വരുന്നുണ്ടോ അതെല്ലാം എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ എന്ത് വരാം, എക്സിന്റെ വാല്യൂസ് വരാം. ഇൻഫിനിറ്റി ഉള്ളിടത്ത് നമ്മൾ എന്ത് തന്നെയാണ് കൊടുക്കാറ്, ഇന്റർവെൽസ് ഓപ്പൺ ഇന്റർവെൽ തന്നെയാണ് കൊടുക്കുക. ഇതിന് ഓപ്ഷനിൽ ഉണ്ടോ നോക്ക്, ഓപ്പൺ ഇന്റർവെൽ -4 പോസിറ്റീവ് ഇൻഫിനിറ്റി. ഓപ്ഷൻ ഡി അല്ലെ, ഓപ്പൺ ഇന്റർവെൽ -4 പോസിറ്റീവ് ഇൻഫിനിറ്റി. അതാണ് എന്ത്, ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അടുത്തത്, സോൾവ് ദ ഇൻഇക്വാളിറ്റി x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. ഇതാണ് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി. അതായത് സോൾവ് ദ ഇൻഇക്വാളിറ്റി x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. ഇനി ഇത് എന്ത് ചെയ്യണം, x/3 ഗ്രേറ്റർ ദാൻ, ഇവിടെ നോക്കി, ഇവിടെ ഒരു ഫ്രാക്ഷൻ ഫോം ആണ് അല്ലെ. അതായത് ഈ +1 എന്നുള്ളതിനെ ഞാൻ 1/1 എന്ന് എഴുതിയാലും എന്താ സെയിം തന്നെയാണ്. x/2 + 1/1 എന്ന് എഴുതി. അതായത് ഇവിടെ രണ്ടെണ്ണം എന്താണ്, ഒരു ഫ്രാക്ഷൻ ഫോമിലാണ്. രണ്ട് ഫ്രാക്ഷൻസ് a/b + c/d എന്നാണെങ്കിൽ രണ്ട് ഫ്രാക്ഷൻസ് പ്ലസ് ചെയ്യാൻ വന്നാൽ a/d ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. a/d + b/c ഹോൾ ഡിവൈഡഡ് ബൈ b/d എന്നതാണ് കിട്ടുക. അതായത് അപ്പൊ ഇവിടെ എന്ത് വരും, രണ്ട് ഫ്രാക്ഷൻസ് ആണ്. ഒരു ഫ്രാക്ഷൻ x/2 പ്ലസ് അടുത്ത ഫ്രാക്ഷൻ 1/1. 1 എന്നായിരുന്നു, നമ്മൾ അത് 1/1 എന്ന് എഴുതി. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ, x × 1 x പ്ലസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 1 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x/3 ഗ്രേറ്റർ ദാൻ x+2/2 എന്നാണ് വന്നേക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ a/b എന്ന ഫ്രാക്ഷൻ ഈക്വൽ ടു c/d എന്നാണെങ്കിൽ എന്തായിരിക്കും, ക്രോസ് ചെയ്യണം. a/d ചെയ്താലും b/c ചെയ്താലും
എന്തായിരിക്കുള്ളൂ? സെയിം ആയിരിക്കും. രണ്ട് ഫ്രാക്ഷൻസ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്നാണെങ്കിൽ എ ഇൻറ്റു ഡി ചെയ്താൽ കിട്ടുന്ന ആൻസറും ബി ഇൻറ്റു സി ചെയ്താൽ കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് അതേ മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഈക്വൽ ടുവിന് പകരം എന്താ വന്നേക്കണത്? ഇൻഇക്വാളിറ്റി ആണ്, ഗ്രേറ്റർ ദാൻ എന്നുള്ളത്. എങ്കിലും ഈ മെത്തേഡ് എന്ത് ചെയ്യാം? ഇവിടെ യൂസ് ചെയ്യാം. അപ്പോ ഇത് രണ്ട് ഫ്രാക്ഷൻസ് ആണ്, എക്സ് ബൈ 3 ഗ്രേറ്റർ ദാൻ എക്സ് പ്ലസ് 2 ബൈ 2 എന്നുള്ളത്. ഈ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് ചെയ്യണം. എക്സ് ഇൻറ്റു 2 ചെയ്താലും 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാലും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ എക്സ് ഇൻറ്റു 2 എന്താണ്? 2x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇൻഇക്വാളിറ്റി വന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. 3 ഇൻറ്റു അടുത്ത ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 ഇൻറ്റു എക്സ് പ്ലസ് 2x ഗ്രേറ്റർ ദാൻ 3നുള്ളിലോട്ട് കൊടുക്കുക അല്ലെ. 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 2 6. ഇനി എക്സുകൾ രണ്ട് സൈഡിലുണ്ട്. എക്സുകളെയൊക്കെ ഒരു സൈഡിലോട്ട് നമ്പറിനെയൊക്കെ ഒരു സൈഡിലോട്ടും കൊണ്ടുവരണം. 2x ഈ 3x എന്നുള്ളതിന് എന്ത് ചെയ്യുക? ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ അതെന്താകും? പോസിറ്റീവ് 3x ആയിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് ആകും. ഗ്രേറ്റർ ദാൻ ഇവിടെ എന്തായി? 6 എന്നും കിട്ടും. 2x മൈനസ് 3x എന്ന് പറയുന്നത് മൈനസ് 1x അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 6. ഇനി എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ ഈ മൈനസ് 1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 6 ബൈ മൈനസ് 1 എന്ന് വരും. ഇവിടെ എന്തായിരിക്കും വരാൻ? ഇൻഇക്വാളിറ്റി എന്താകും? റിവേഴ്സ് ആവും. കാരണം എന്താണ്? ഒരു നമ്പറിനെ, അതായത് ഒരു ഇൻഇക്വാളിറ്റിയിൽ നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് റൂള് പ്രകാരം നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ ഇൻഇക്വാളിറ്റി എന്താകും? റിവേഴ്സ് ആകും. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ ആവും. 6 ബൈ മൈനസ് 1 എന്നുള്ളത് എന്താകും? മൈനസ് 6 എന്ന ആൻസർ കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? എക്സ് ലെസ് ദാൻ മൈനസ് 6 എന്ന് കിട്ടും. ഇവിടെ ഇൻഇക്വാളിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഇൻഇക്വാളിറ്റി 2x മൈനസ് 1 ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x മൈനസ് 2 ബൈ 4 മൈനസ് 2 മൈനസ് എക്സ് ബൈ 5. അതായത് സോൾവ് ദ ഇൻഇക്വാളിറ്റി 2x minus 1 by 3 greater than or equal to 3x minus 2 by 4 minus 2 minus x whole divided by 5 എന്നുള്ളതാണ്. ഈ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ. എന്നിട്ട് തന്നിരിക്കുന്ന അതിൽ നിന്നും കിട്ടുന്ന സൊല്യൂഷൻ ഉണ്ടാവും, എക്സിന്റെ വാല്യൂ അല്ലെ. അതിനെന്ത് ചെയ്യണം? നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഈ ഇൻഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ 2x മൈനസ് 1 ബൈ 3 ഇത് ഇവിടെ ഒരു ഫ്രാക്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? 3x മൈനസ് 2 ബൈ 4 ഇതൊരു ഫ്രാക്ഷനും അടുത്തത് 2 മൈനസ് എക്സ് ബൈ 5 എന്ന് പറയുന്നത് വേറൊരു ഫ്രാക്ഷനും. ആ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഇവിടെ എന്ത് ചെയ്യാനാണോ ഉള്ളത്? മൈനസ് ചെയ്യാൻ, ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ഈ സൈഡ് ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇൻഇക്വാളിറ്റിയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യാനാണ് ഉള്ളത് അല്ലെ. രണ്ട് ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2x മൈനസ് 1 ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3x മൈനസ് 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 3x മൈനസ് 2 മൈനസ് ഇനി എന്ത് ചെയ്യണം? അതേപോലെ 4 ഇൻറ്റു 2 മൈനസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 4 ഇൻറ്റു 2 മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ താഴത്തെ തമ്മിൽ ഗുണിക്കുക. 4 ഇൻറ്റു 5 20. 2x മൈനസ് 1 ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ബ്രാക്കറ്റിന് പുറത്ത് എന്തുണ്ട്? 5 ഉണ്ട്, ഇപ്പുറത്ത് ബ്രാക്കറ്റിന് പുറത്ത് -4 ഉണ്ട്. അതിനെന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു 3x 15x മൈനസ് 10 മൈനസ് 4 ഇൻറ്റു 2 മൈനസ് 8 മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4x ഹോൾ ഡിവൈഡഡ് ബൈ 20. ഇനി ഇവിടുത്തെ ന്യൂമറേറ്റർ ഒന്നും കൂടെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പോ 2x
-1/3 greater than or equal to ഇവിടെ നോക്കിയ 15x plus 4x. എക്സിന്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്യാം, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 15x plus 4x അപ്പൊ എത്രയായിരിക്കും? 19x. അടുത്ത എന്താണ്? -10 - 8. അപ്പൊ എന്റെ ആൻസർ എത്രയാണ്? -18 all divided by 20. ഇത് കിട്ടും. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തായിരുന്നു? a/b = c/d എന്നാണെങ്കിൽ എന്തായിരിക്കും? a × d = b × c എന്നായിരിക്കും. ആ മെത്തേഡ് വെച്ച് ഇതിവിടെ ആൻസർ കണ്ടുപിടിക്കാം. നോക്കാം. രണ്ട് ഫ്രാക്ഷൻസ് ആണ്. 2x - 1/3 greater than or equal to 19x - 18/20. ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് a/b c/d എന്ന് പറയുന്ന രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്. അത് ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം ആയിരിക്കും. അതേ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 20നെ 2x - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. greater than or equal to 3 × 19x - 18 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാ? 20നെ ഉള്ളിലോട്ട് ഗുണിക്കാം. 20 × 2x 40x minus 20 × 1 20 greater than or equal to 3 × 19x 57x minus 18 × 3 54. ഇനി എന്ത് ചെയ്യണം? നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എക്സിന്റെ ടേംസ് രണ്ട് സൈഡിലാണ് കിടക്കുന്നത്. എക്സിന്റെ ടേംസിനെയൊക്കെ ഒരു സൈഡിലോട്ട്, നമ്പേഴ്സിനെയൊക്കെ ഒരു സൈഡിലോട്ടും കൊണ്ടുവരണം. 40xന്റെ അടുത്തോട്ട് എന്ത് കൊണ്ടുവരണം? 40x പോസിറ്റീവ് 57 ആണ്. അതിങ്ങോട്ട് വരുമ്പോ -57x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -54 + 20. 40x - 57 എത്ര കിട്ടും? 17 - 17x എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -54 + 20 -34 എന്നും ആൻസർ കിട്ടും. -70x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -34 എന്നിട്ട് ഈ നെക്സ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ -17 ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -34 ഹോൾ ഡിവൈഡഡ് ബൈ -17. ഇവിടെ എന്താണ് വരുന്നത്? ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇനിക്വാളിറ്റി ഡിവൈഡ് ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഇനിക്വാളിറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി എന്താകും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -34 ഡിവൈഡഡ് ബൈ -17 എന്നാണ്. -17 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പറിന് ഒരു ഇനിക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിക്വാളിറ്റി എന്താകും? റിവേഴ്സ് ആകും. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാകും. ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? ഇതും നെഗറ്റീവും പോസിറ്റീവ് ആവും. 34/17 എന്ന് പറയുന്നത് 2 എന്ന് ആൻസർ കിട്ടും. എക്സിന്റെ വാല്യൂ അപ്പോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ. തന്നിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നതായിരുന്നു സൊല്യൂഷൻ. ഈ തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യണം? നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. നോക്കാം. 0 1 2 3 4 5 etc. -1 -2 -4 -5 etc. നെഗറ്റീവ് ഇൻഫിനിറ്റി. നമ്മൾക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് കിട്ടിയേക്കുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നായിരുന്നു. ഇവിടെ ഇനിക്വാളിറ്റി ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നത് കേട്ടോ. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ട്. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. അതായത് എക്സിന്റെ വാല്യൂ ഇവിടെ 2 എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്താ? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 2 മുതൽ, അതായത് 2 അതിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സിന്റെ വാല്യൂ 2 മുതൽ 2വിനേക്കാൾ ചെറിയ നമ്പേഴ്സ്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ചെറിയ നമ്പേഴ്സ്. അപ്പൊ ഏതായിരിക്കും വരാ?
2വിനേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ 2വിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നമ്പേഴ്സും അല്ലെ. അതായത് 2 അതിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഡാർക്കൺ ചെയ്യണം. 2വിന്റെ അവിടെ ഹോളിന് പകരം എന്ത് ചെയ്യാ, ഡാർക്കൺ ചെയ്യാ. 2 അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാം. എന്നിട്ട് എന്തായിരുന്നു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നായിരുന്നു. 2 ഇൻക്ലൂഡഡ് ആണ്, പിന്നെ 2വിനേക്കാൾ ചെറിയ നമ്പേഴ്സും. അപ്പൊ ഏതായിരിക്കും, ലെഫ്റ്റ് സൈഡിലോട്ട് ഉള്ള നമ്പർ ലൈൻ ഒന്നും കൂടെ ഡാർക്കൺ ചെയ്യാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിന് എന്തായിരിക്കും, ഇന്റർവെൽസിലാക്കണമെങ്കിൽ എങ്ങനെ വരും, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇന്റർവെല്ലിലാക്കണമെങ്കിലോ, ഇന്റർവെൽസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 2ഉം പിന്നെ എന്താണ്, നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് വരുന്നത് അല്ലെ. അപ്പൊ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ എവിടം വരെയാണ് എക്സിന്റെ വാല്യൂസ്, 2 വരെ. അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ 2 വരെയാണ് എക്സിന്റെ വാല്യൂസ് വരാം. കാരണം 2ഉം 2വിനേക്കാൾ ചെറിയ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടില്ല എവിടം വരെ ആയിരിക്കും, നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ എവിടം വരെ വരും, എക്സിന്റെ വാല്യൂ 2 വരെ. 2 ഇൻക്ലൂഡഡ് ആണ്, 2ഉം അതിൽ ഉൾപ്പെടും. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പൊ 2 അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് 2വിന്റെ അവിടെ എന്തായിരിക്കണം, ക്ലോസ്ഡ് ഇന്റർവെൽ കൊടുക്കണം. ഇൻഫിനിറ്റി ഉള്ള ഭാഗത്ത് നമ്മൾ എന്ത് ഇന്റർവെല്ലാ കൊടുക്കുക, ഓപ്പൺ ഇന്റർവെല്ലും കൊടുക്കണം. 2വിന്റെ അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ കൊടുക്കാനുള്ള കാരണം എന്താണ്, അവിടെ ഈക്വൽ ടു എന്ന് തന്നത് കൊണ്ടാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ നമ്പർ ലൈൻ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ ഇന്റർവെല്ലിൽ റെപ്രസെന്റ് ചെയ്യുന്നതും തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റിനെ. ഇത്രയുമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആകെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ഇൻഇക്വാളിറ്റിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി എന്താകുന്നു, റിവേഴ്സ് ആകുന്നുള്ള കാര്യം മാത്രമേ നമ്മൾ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ആകെ ഈ ഒരു ചാപ്റ്ററിൽ ആ ഒരു റൂള് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും ചെയ്ത് പഠിക്കാട്ടോ. താങ്ക് യു.